ഡോക്ടർ, പൈൽസ്, അർഷസ്, മൂലക്കുരു, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ അസുഖങ്ങൾ ആൾക്കാർ പുറമേ പറയാൻ മടിക്കുന്നവയാണ്. ഇവയെല്ലാം ഒന്നു തന്നെയാണോ അതോ വ്യത്യസ്തമായ രോഗാവസ്ഥകളാണോ? വളരെ സാധാരണ കണ്ടുവരുന്ന ഒരു കൂട്ടം പ്രശ്നങ്ങളാണിത്. പൈൽസ്, അരിഷസ്, മൂലക്കുരു ഇത്യാദി പേരുകളാണുള്ളത് സാധാരണ. ഇതിനകത്ത് പ്രധാനം മലം പോകുന്നതിനുള്ള പ്രയാസം അല്ലെ വേദന ആണ്, മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ. ഇതോടൊപ്പം മലദ്വാരം പുറത്തേക്ക് തള്ളി വരിക, രക്തം പോവുക. ഇതാണ് സാധാരണ ജനങ്ങൾ മിക്കവാറും ഒരു പരിധി വിട്ടു കഴിഞ്ഞാലേ ഇത് വെളിയിൽ പറയത്തുമുള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഒരു കൂട്ടം അസുഖങ്ങളുടെ സമുച്ചയമാണ്. ഫിസ്റ്റുല എന്ന് പറയുന്നതും ഫിഷറും പൈൽസ്, മൂലക്കുരു ഇത്യാദി. ഇതിനോടൊപ്പം അപൂർവമായി ആണെങ്കിൽ പോലും മലദ്വാരത്തിലെ ക്യാൻസർ അതുമുണ്ട്. അപ്പൊ ഇതെല്ലാം ഒന്നാണ് എന്നുള്ള ധാരണ മാറ്റണം. അടിസ്ഥാനപരമായി നമ്മുടെ ആളുകൾ കായികമായിട്ട് അധ്വാനശേഷി കുറയുകയും ഭക്ഷണത്തിൽ വല്ലാത്ത ഒരു വാണിജ്യവൽക്കരണം എന്ന് തന്നെയും പറയാം. അതായത് നമ്മുടെ അടുക്കളയെ നമ്മൾ ഉപേക്ഷിച്ച മട്ടാണിപ്പോൾ. കൂടുതൽ വറുത്തരച്ചതും ജങ്ക് ഫുഡ്സും ഒക്കെ കലരുകയും വെള്ളം കുടിക്കുന്നത് കുറയുകയും ശരീരം അനങ്ങാത്ത ഒരു സിഡൻഡറി അവസ്ഥ എന്ന് നമ്മൾ പറയും. ആ അവസ്ഥയൊക്കെ ആയി കൂടുതൽ കുത്തിയിരിപ്പും ഒക്കെ ആയപ്പോഴാണ് നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ ഈ മൂലക്കുരു, പൈൽസ്, അരിഷസ് ഇത്യാദി പറയുന്ന അസുഖങ്ങൾ കൂടുതലായി വരുന്നത്. ഡോക്ടർ, ഈ രോഗങ്ങളുടെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഈ മൂലക്കുരുവിന്റെ അല്ലെ പൈൽസ്, അരിഷസ് എന്നൊക്കെ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം മലം പോകുന്നതിനുള്ള പ്രയാസമാണ്. ചില ആളുകൾക്ക് വളരെ നേരം ടോയ്ലറ്റിൽ ഇരുന്ന് മുക്കി വളരെ സ്ട്രെയിൻ എടുത്തിട്ട് അധ്വാനിച്ചിട്ടേ മലം വെളിയിലോട്ട് പോകുന്നുള്ളൂ. ഇങ്ങനെ അമിതമായി ഏറെ നേരം ടോയ്ലറ്റിൽ ഇരുന്ന് മുക്കുന്ന അവസ്ഥ നമ്മൾ വളരെ കായികാധ്വാനം ചെയ്യുന്നവിടെ മസില് വികസിക്കുന്ന പോലെ തന്നെ മലദ്വാരം പുറത്തേക്ക് തള്ളുന്നതിന് ഇടയാക്കും. 2, നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരുന്നാൽ നമ്മുടെ ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനത്തിന്, മെറ്റബോളിക് പ്രോസസ്സിന് വേണ്ടുന്ന ജലം വൻകുടലിൽ നിന്ന് വലിച്ചെടുക്കും. വൻകുടലില് ഒരു കുഴമ്പ് പരുവത്തിലുള്ള മലത്തിൽ നിന്ന് ജലം വലിച്ചെടുത്താൽ അത് ഉറച്ച ഉണക്ക കണ്ടി പോലെയുള്ള മലമാവും, ഹാർഡ് സ്റ്റൂൾസ്. അത് പുറത്തേക്ക് പോകാൻ വലിയ പ്രയാസം. അതുകൊണ്ട് ആവശ്യത്തിൽ കൂടുതലോ അല്ലെങ്കിൽ നമ്മൾ നന്നായി വെള്ളം കുടിക്കുക എന്നുള്ളത് ഈ പൈൽസ് ഗുരുതരമാകാതിരിക്കാനും നല്ല മലശോധനയ്ക്കും അത്യന്താപേക്ഷിതമാണ്. ഇനി മൂന്നാമത് പറയുന്നത് ധാരാളം നാര് കലർന്ന ഭക്ഷണം കഴിക്കണം, ഫൈബർ റിച്ച് ഫുഡ്സ്. നമ്മൾ തമാശയായിട്ട് പറയുന്നത് ആന വളരെ വലിയ സൈസില് ആനപ്പിണ്ടം ഇട്ടാലും ആനയ്ക്ക് മലബന്ധം എന്ന അവസ്ഥയില്ല. അതിന്റെ ഏറ്റവും പ്രധാന കാരണം ധാരാളം നാര് അത് അകത്താക്കുന്നത്. ആ രീതിയിൽ നമുക്ക് നാര് കലർന്ന ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ലെങ്കിലും ധാരാളം പഴവർഗ്ഗങ്ങളും പച്ചിലക്കറികളും നാര് കലർന്ന പിണ്ടി, കൂമ്പുതോരൻ ഇത്യാദി ഭക്ഷണങ്ങളും കൂടെ നമ്മൾ ദിവസേന കഴിക്കുന്നത് നല്ല മലശോധനയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ്. മലബന്ധം അല്ലാതെ ഇതിന്റെ ലക്ഷണം മലദ്വാരം തള്ളി വരിക, ചിലർക്ക് രാത്രിയിലെ സെക്രീഷൻ, സ്രവം ഉണ്ടാകുക, ചൊറിച്ചിലുണ്ടാകുക. ഏറ്റവും കൂടുതലായിട്ട് പിന്നെ പ്രശ്നം വരുന്നത് രക്തസ്രാവമാണ്. നമ്മൾ മലത്തിലൂടെ ആയാലും രക്തം പോയാൽ തീർച്ചയായും നമ്മുടെ ശരീരത്തിന്റെ തന്നെ രക്തമാണ്. ചിലരെ വളരെ വിളർച്ച വന്നിട്ടാണ് നമ്മളുടെ അടുത്ത് വരുന്നത്. ഡോക്ടർ, പൈൽസ് തുടങ്ങിയ രോഗങ്ങൾ ഓപ്പറേഷൻ ഇല്ലാതെ മാറ്റാൻ പറ്റുമെന്ന് ചില പരസ്യങ്ങളിൽ പറയാറുണ്ട്. ഇതിൽ എത്രമാത്രം സത്യാവസ്ഥയുണ്ട്? തീർച്ചയായും പൈൽസ് ആരംഭ ദശയിലാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നമ്മുടെ നിത്യേനയുള്ള ശീലങ്ങളിൽ കൂടെ ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമാക്കാം. ചികിത്സിച്ച് മാറ്റാമെന്നുള്ളത് ഏറെക്കുറെ തെറ്റ് തന്നെയാണ്. എന്നാൽ ഇത് വരാതെ നമുക്ക് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ മുൻകരുതലുകൾ എടുത്ത് നമ്മുടെ ജീവിതശൈലിയിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ ഈ അസുഖം ഒരു പരിധി വരെ ഗുരുതരമാകാതെ നമുക്ക് നോക്കാം. തീർച്ചയായും കത്തിവെച്ച് പഴയ കാലത്ത് ചെയ്തുകൊണ്ടുള്ള വലിയ ഓപ്പറേഷൻ മാറി ഇപ്പോൾ ബാൻഡിട്ട് ഉള്ള ഓപ്പറേഷൻ അത് പണ്ട് മുതലേ ഉള്ളതാണ്. ഇപ്പൊ സ്റ്റേപ്ലർ ഉണ്ട്.
ലേസർ ചികിത്സയുണ്ട്. അങ്ങനെ അത്യന്തം രക്തസ്രാവം ഉണ്ടാകുന്നതും വളരെ വേദന ഉണ്ടാകുന്നതുമായ ഓപ്പറേഷനുകളൊക്കെ മാറി. എന്നാലും വളരെ മൂർധന്യാവസ്ഥയിൽ എത്തിയ പൈൽസിന് സർജറി തന്നെയാണ് അഭികാമ്യം. ഇതിൽ നമ്മൾ പറയുകയാണെങ്കിൽ സ്റ്റേപ്ലർ വെച്ച് ഉണ്ടാക്കുന്ന ചികിത്സ ഇത്തിരി പണച്ചെലവുള്ളതാണ്. പക്ഷേ ഡോക്ടർക്കും രോഗിക്കും അത് വളരെ അധ്വാനം കുറഞ്ഞതാണ്. ഇനി ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഈ ഭക്ഷണത്തിലും ഒക്കെയുള്ള നിയന്ത്രണവും ശാരീരിക അധ്വാനവും ഒക്കെ നടത്തി രോഗിക്ക് എല്ലാ ദിവസവും നല്ല രീതിയിൽ സുഖകരമായി മലശോധന നടക്കുകയാണെങ്കിൽ ഓപ്പറേഷന്റെ കാര്യമില്ല. പക്ഷെ ഇതിനകത്ത് ഒത്തിരി അനാവശ്യ പരസ്യങ്ങളും മുതലെടുപ്പുകളും ഉണ്ട് എന്ന് പറയാതെ വയ്യ. ഡോക്ടർ, മലദ്വാരത്തിൽ കൂടിയുള്ള എല്ലാ രക്തസ്രാവവും പൈൽസ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഇവിടെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് 60 വയസ്സിന് മുകളിലൊക്കെ പ്രായമുള്ളവർ വളരെ ശ്രദ്ധിക്കണം. എല്ലാം പൈൽസ് അല്ല. അത്ര സാധാരണമല്ലെങ്കിലും മലദ്വാരത്തിലെ ക്യാൻസർ ഒരു വലിയ പ്രശ്നമാണ്. സിയ റെക്ടം ആൻഡ് സിയ ഏനൽ. ഇത് ഒരു നിസ്സാര പരിശോധനയിൽ കൂടെ നമുക്ക് അറിയാൻ പറ്റും. വിരലിട്ട് പരിശോധിക്കുമ്പോൾ കട്ടിയുണ്ടോ എന്നറിയാം. പിന്നെ കൊളോണോസ്കോപ്പി എന്ന മലദ്വാരത്തിനകത്തോടെ ഒരു കുഴൽ കടത്തി പരിശോധിക്കുകയും ബയോപ്സി എടുക്കുകയും ചെയ്യുന്നതിൽ കൂടെ 100% നമുക്ക് ക്യാൻസർ ബാധ അല്ല എന്നറിയാം. പക്ഷെ ഒരു കാരണവശാലും മലദ്വാരം പരിശോധിക്കാതെ മുഖലക്ഷണം വെച്ച് ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. വളരെ ലളിതമായി പറയുകയാണെങ്കിൽ മുഖലക്ഷണം നോക്കി മൂലലക്ഷണം പറയാൻ പറ്റില്ല എന്നത് തീർച്ചയാണ്. പിന്നെയുള്ളത് ഫിസ്റ്റുല എന്നത് മലദ്വാരത്തിന് സമീപത്തായി മറ്റൊരു ദ്വാരം കാണപ്പെടുകയും അതിലൂടെ വിസർജ്യ വസ്തുക്കൾ വരുന്ന ഒരവസ്ഥയുണ്ട്. അത് ഫിസ്റ്റുലയ്ക്കും തീർച്ചയായും പ്രത്യേക ചികിത്സയാണ്. അത് പൈൽസ് അല്ല. അതിഭീകര വേദന ഉണ്ടാകുന്ന ഫിഷർ ഇൻ ഏനോ എന്നുള്ള മലദ്വാരം വളരെ സങ്കോചിക്കുന്ന അവസ്ഥയും അതികഠിന വേദന ഉണ്ടാകുന്നത് പൈൽസിൽ നിന്ന് മറ്റൊരു അവസ്ഥയാണ്. ഈ ക്യാൻസർ, ഫിസ്റ്റുല, ഫിഷർ അല്ലെങ്കിൽ സാധാ പൈൽസ് ഇതിനെയൊക്കെ തീർച്ചയായും പരിശോധനയിലൂടെ ഏതാണെന്ന് കൃത്യമായി നിർണയിക്കാനും ചികിത്സിക്കാനും ഒരു പരിചയസമ്പന്നനായ സർജന് തീർച്ചയായും പറ്റും. ഡോക്ടർ, സാധാരണക്കാരനായ ഒരാൾക്ക് പൈൽസ് പോലുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? തീർച്ചയായും കുറച്ച് കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധ പതിപ്പിച്ചാൽ നമുക്ക് ഈ വിഷമാവസ്ഥ വരാതെ തീർച്ചയായും നോക്കാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാന ഘടകം നമ്മൾ ഈ ശരീരം അനങ്ങണം. നമ്മൾ ഒരിടത്ത് കൂടുതൽ കുത്തിയിരുന്നാൽ, ഇപ്പോൾ നമ്മൾ പറയുന്നത് സിറ്റിംഗ് ഈസ് ലൈക്ക് സ്മോക്കിംഗ്, ഒരിടത്ത് കുത്തിയിരിക്കുക എന്നുള്ള, അല്ലെങ്കിൽ സെഡൻഡറി ഹാബിറ്റ്സ്, ഒരിടത്ത് എണീക്കുന്നില്ല, എല്ലാം റിമോട്ടായാലും എല്ലാം നമ്മുടെ കൈപ്പിടിയിലുള്ളപ്പോൾ നമ്മൾ അനങ്ങാതിരിക്കുന്ന ഒരവസ്ഥ തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ്. രണ്ടാമത് ധാരാളം വെള്ളം കുടിക്കുക. ഒപ്പം നാര് കലർന്ന ഭക്ഷണങ്ങൾ നമ്മുടെ നിത്യോപയോഗത്തിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഒരു കാര്യം, നമുക്ക് തീർച്ചയായും കക്കൂസിൽ സമയമില്ലാന്ന് പറഞ്ഞിട്ട് വളരെ സമ്മർദ്ദം കൊടുത്ത് ടോയ്ലറ്റിൽ പോകുന്നത് ഒഴിവാകണം. അതോടൊപ്പം തന്നെ 3/4 മണിക്കൂറും അതിനപ്പുറവും ഒക്കെ പത്രമായാലും മൊബൈലും കൊണ്ട് ടോയ്ലറ്റിൽ പോകുന്നതും അനാശാസ്യമായ ഒരു പ്രവർത്തനമാണ്. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, വെള്ളം കുടിക്കുന്നതിൻ്റെ പറഞ്ഞു, ഒപ്പം പറയാനുള്ളത് സമ്മർദ്ദം. ജീവിതത്തിലെ അതിഭീകരമായ സമ്മർദ്ദങ്ങളും മലബന്ധത്തിന് കാരണമാക്കാറുണ്ട്. നല്ലതായിട്ട് പൊട്ടിച്ചിരിക്കുന്ന ഒരാൾക്ക് പൈൽസ് വരുത്തില്ല എന്ന് ഒരു ഫലിതം തന്നെയുണ്ട്. നമ്മൾ വലിഞ്ഞു മുറുകുന്ന മുഖഭാവത്തോടെ ജീവിക്കാതെ വളരെ നർമ്മം അല്ലെങ്കിൽ സ്ട്രെസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ആവശ്യത്തിന് വെള്ളവും കുടിച്ച് നാരുകലർന്ന ആഹാരം കഴിച്ച് മിതമായ രീതിയിൽ വ്യായാമവും ചെയ്താൽ ആളുകളെ വല്ലാതെ നാണം കുടുങ്ങികളാക്കുന്ന അല്ലെങ്കിൽ ഉൾവലിഞ്ഞു പോകുന്ന സ്വഭാവമുള്ളവരാക്കുന്ന ഈ അസുഖത്തെ നമുക്കൊരു വലിയ പരിധി വരെ തടയാൻ പറ്റും.